നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വെള്ളാങ്കല്ലൂർ കരൂപ്പടന്ന നെടുങ്ങാണം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. റോഡിൽ മെറ്റലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PIT&DPS നിയമപ്രകാരം ഒരു പ്രതിയെ കൂടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കി. പ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ മുഹമ്മദ് ബഷീറിനെയാണ് ജയിലിലടച്ചത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാത്തതും പൂർത്തീകരിക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് UDF മെമ്പർമാർ ബഹിഷ്കരിച്ചു. വാർത്തകൾ വിശദമായി. വെള്ളാങ്കല്ലൂർ കരൂപ്പടന്ന നെടുങ്ങാണം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. റോഡിൽ മെറ്റലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. റോഡിലിട്ടിരിക്കുന്ന മെറ്റലുകളെല്ലാം ഇളകിത്തെറിച്ച് വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും സഞ്ചരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് നാട്ടുകാർ ആരോപിച്ചു. റിയാസ് വെളുത്തേരി, വാർഡ് മെമ്പർ നസീമ നാസർ, മുഹ്സിൻ, സാബിറ, റഷീദ്, അബ്ദുൽ കരീം, സുബൈർ വൈപ്പിൻകാട്ടിൽ, നജീബ്, ഹനീഫ, സാദിഖ്, ഫൈസൽ, മഞ്ജന, ആഷ്റഫ്, ഷുക്കൂർ, കൊച്ചുമോൻ, സലിം, അക്ബർ, ഇബ്രാഹിംകുട്ടി, ഷംസു, റഫീഖ്, ഷഫീർ, സലാം എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ PIT&DPS നിയമപ്രകാരം ഒരു പ്രതിയെ കൂടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കി. തൃശൂർ റൂറൽ ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPS സമർപ്പിച്ച റിപ്പോർട്ടിലാണ് കുപ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ മുഹമ്മദ് ബഷീറിനെ നിയമപ്രകാരം 1 വർഷത്തേക്ക് തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ അടച്ചത്. മയക്കുമരുന്ന് ലഹരി കേസുകളിൽ ഒന്നിലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും ഇവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്നതിനുള്ള നിയമമാണ് PIT&DPS നിയമം. പടിയൂർ മുഞ്ഞനാട് ആൽ സ്വദേശി മലയമ്പലം വീട്ടിൽ മുഹമ്മദ് ബഷീർ 2024 മെയ് മാസം മുതൽ 2025 ഏപ്രിൽ മാസം വരെ 6 മയക്കുമരുന്ന് ലഹരി കേസുകളിൽ പ്രതിയായി ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ആഭ്യന്തര വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ റൂറൽ പോലീസ് മുഹമ്മദ് ബഷീറിനെ അറസ്റ്റ് ചെയ്തു. മുഹമ്മദ് ബഷീർ മതിലകം, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 6ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. പഞ്ചായത്ത് നടപ്പിലാക്കാത്തതും പൂർത്തീകരിക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് UDF മെമ്പർമാർ ബഹിഷ്കരിച്ചു. കോടികൾ ചിലവഴിച്ച അറവുശാല പൂർത്തിയാക്കിയിട്ടില്ല, 300ഓളം വരുന്ന ഭൂരഹിത ഭവനരഹിതരുടെ ആശങ്ക പരിഹരിച്ചിട്ടില്ല, മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തിയാക്കിയിട്ടില്ല, ചീപ്പുചിറ ടൂറിസം നടപ്പാക്കിയിട്ടില്ല, തെരുവുനായ ശല്യം പരിഹരിച്ചിട്ടില്ല, വയോജന പാർക്ക് നിർമ്മാണത്തിലെ അഴിമതി പരിശോധിച്ചിട്ടില്ല, തകർന്നു കിടക്കുന്ന റോഡുകൾ ഉപയോഗയോഗ്യമാക്കിയിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളിലുള്ള അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് UDF അംഗങ്ങൾ വികസന സദസ്സ് ബഹിഷ്കരിച്ചത്. VP അറുമുഖന്റെ 5ാം ചരമവാർഷിക അനുസ്മരണ യോഗം മാള ചാലക്കുടി റേഞ്ച് തൊഴിലാളി യൂണിയൻ AITCയുടെ നേതൃത്വത്തിൽ മാള യൂണിയൻ ഓഫീസിൽ നടന്നു. അനുസ്മരണ യോഗം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നതിന് ഒരു 6 മാസം മുമ്പാണ്, ജൂൺ മാസത്തിൽ മാർച്ച് മാസത്തിൽ മാധവേട്ടൻ്റെ ജനനം. ഞാൻ ജസ്റ്റ് ആ പുസ്തകം നോക്കിയപ്പോഴാണ് മാധവേട്ടൻ പിറന്നു വീഴുന്നതും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ദേശീയ സംഘടനാ രൂപം ഉണ്ടാകുന്നതും ഒരേ വർഷമാണ്. 96 വർഷക്കാലത്തോളം മാധവേട്ടൻ ജീവിച്ചിരുന്നു. ആ 96 വർഷക്കാലത്തിൽ അറുമുഖേട്ടൻ ജീവിച്ചിരുന്നു. ആ 96 വർഷത്തിലും അതിലെ ഏതാണ്ടൊരു ഭൂരിപക്ഷം 70-75 വർഷക്കാലവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായും തൊഴിലാളി യൂണിയനുമായും കർഷക സംഘവുമായും
കർഷക തൊഴിലാളി ഫെഡറേഷനുമായും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ടാണ് അറുമുഖേട്ടൻ അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യൂണിയൻ പ്രസിഡന്റ് KM ലെനിൻ അധ്യക്ഷത വഹിച്ചു. KV സുജിത്ലാൽ, PK മാധവൻ, VK ബാലൻ, AP വിദ്യാധരൻ, K സുദർശനൻ, VA രമേശൻ, KK ഷാജി, AV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലേറ്റുങ്കര BVM ഹൈസ്കൂളിലെ 1998 SSLC ബാച്ചിന്റെ സംഗമം നടത്തി. 1998 കൂട്ടായ്മ മക്കളോടൊപ്പം എന്ന പേരിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമം കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ മാഷ്മാരൊക്കെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഫെയിലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഓർക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പലർക്കും പഠിത്തത്തിൻ്റെ കാര്യത്തിൽ നോക്കുമ്പോൾ പല കുറവുകളുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നമ്മുടെ സഹപാഠികൾ ഇന്നൊക്കെ പല കാറ്റഗറിയിലേക്കും അല്ലെങ്കിൽ പല സ്ഥാനമാനങ്ങളിലും എത്തി നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് കാണുമ്പോൾ വളരെ സന്തോഷമാണ്. പ്രോഗ്രാം കോർഡിനേറ്റർ PK മേജോ അധ്യക്ഷനായി. അംഗങ്ങളായ സരിത രാജേഷ്, ബാബു ജോൺ, ഷിജോ ജോണി, വിനോദ് PN, PG മണികണ്ഠൻ, PN വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ വിജയിച്ച പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളാങ്കല്ലൂർ കരൂപ്പടന്ന നെടുങ്ങാണം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. റോഡിൽ മെറ്റലിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. തൃശൂർ റൂറൽ പോലീസ് ജില്ലയിൽ മയക്കുമരുന്ന് വിപണനത്തിനെതിരെ പിറ്റ് ആൻഡ് DPS നിയമപ്രകാരം ഒരു പ്രതിയെ കൂടി തിരുവനന്തപുരം സെൻട്രൽ ജയിലിലാക്കി. പ്രസിദ്ധ മയക്കുമരുന്ന് കച്ചവടക്കാരൻ മുഹമ്മദ് ബഷീറിനെയാണ് ജയിലിലടച്ചത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാത്തതും പൂർത്തീകരിക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് വികസന സദസ്സ് UDF മെമ്പർമാർ ബഹിഷ്കരിച്ചു. ഇതോടെ ന്യൂസ് 10 സമാപിച്ചു. നമസ്കാരം.